നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി വെട്ടിനുറുക്കി പല ഭാഗങ്ങളായി ഉപേക്ഷിച്ചിരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് വരുന്നത് വളരെ നടുക്കുന്ന വാർത്തയാണ്. ചെന്നൈയിൽ ഒഡീഷ സ്വദേശിനിയുടെ മൃതദേഹ ഭാഗങ്ങളാണ് ട്രെയിനിലെ സ്യൂട്ട് കേസിലും വീട്ടിലെ ബിരിയാണി ചെമ്പിലുമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗുഡുവാഞ്ചേരി മസ്ജിദ് സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന പറയാത്ത് നിഷയുടെ ശരീരഭാഗങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ സ്യൂട്ട് കേസിലാക്കിയ ഭാഗങ്ങൾ ട്രെയിനിൽ ഉപേക്ഷിച്ച ഒഡീഷക്കാരായ ദമ്പതികൾക്കായി പോലീസ് തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട തമിഴ്നാട് എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്യൂട്ട് കേസ് കണ്ടെത്തിയത്. ഓഗസ്റ്റ് 5-നാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അവിടെ പരിശോധന നടത്തിയപ്പോൾ ഇത്തരത്തിലൊരു ചുവന്ന സ്യൂട്ട് കേസ് റെയിൽവേ പോലീസ് കാണുന്നതും അത് പരിശോധിക്കുന്നതും. ആഗ്ര പോലീസും ഗവൺമെന്റ് റെയിൽവേ പോലീസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലാണ് സ്യൂട്ട് കേസ് ചെന്നൈയിൽ നിന്നാണ് ട്രെയിനിൽ കയറ്റിയതെന്ന് സ്ഥിരീകരിച്ചത്. ട്രെയിനിലെയും സ്റ്റേഷനിലെയും ഒക്കെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ 350-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് സ്യൂട്ട് കേസ് ട്രെയിനിൽ വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ CCTV പരിശോധനയിൽ ദമ്പതികൾ ട്രെയിനിൽ പെട്ടി ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച സ്ത്രീയുടെ ഗുഡുവാഞ്ചേരിയിലെ താമസ സ്ഥലം പോലീസ് കണ്ടെത്തിയത്. ദമ്പതികൾക്കൊപ്പമാണ് ഹയാത്ത് നിഷ താമസിച്ചിരുന്നതെന്നും ഇവരുടെ 19 വയസ്സുള്ള മകൻ താമ്പരത്ത് AC മെക്കാനിക്കായി ജോലി ചെയ്യുകയാണെന്ന് പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകി. തുടർന്ന് ഈ വീട്ടിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ബിരിയാണി വയ്ക്കുന്ന ചെമ്പിൽ മൈദയ്ക്കും പച്ചക്കറികൾക്കും അടിയിൽ ഒളിപ്പിച്ച നിലയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഇവർ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം കൊല്ലപ്പെട്ട സ്ത്രീയുടെ തലഭാഗം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നും അത് മറ്റെവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നു. പ്രതികളായ ദമ്പതികൾക്കായി റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഗുഡുവാഞ്ചേരിയിലെ മോസ്ക് സ്ട്രീറ്റിലുള്ള ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് കൊലപാതകം നടന്നതെന്നും തമ്പാരം ഭാഗത്ത് എക്സ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒഡീഷ സ്വദേശിനി ഹയാത്ത് നിഷയാണ് കൊല്ലപ്പെട്ടതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്? മാത്രമല്ല, ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ അതിക്രൂരമായ ശ്രമങ്ങൾ നടത്തിയതെന്നും ഗുഡുവാഞ്ചേരി പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശരീരഭാഗങ്ങൾ അതുകൊണ്ടാണ് മാവ്, പച്ചക്കറികൾ എന്നിവ ചേർത്ത ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതും. തലയോട്ടി ഉൾപ്പെടെയുള്ള ബാക്കി അവശിഷ്ടങ്ങൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ മകനെ ചോദ്യം ചെയ്തു വരികയാണ്. പണത്തിനും ആഭരണങ്ങൾക്ക് വേണ്ടിയാണോ കൊലപാതകം നടത്തിയത് എന്നടക്കമുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതികളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ പ്രതികൾ ഈ സ്യൂട്ട് കേസുമായി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ചെന്നൈയെ നടുക്കിക്കൊണ്ടാണ് ഈ കൊലപാതക വാർത്ത പുറത്തു വന്നിരിക്കുന്നത്.